എൻ്റെ എല്ലാ കൂട്ടർക്കും നമസ്കാരം. ഞാൻ സന്തോഷമാണ്. ഇപ്പോൾ ഒരു മേളം കണ്ടില്ല. മേളം എന്തിനാണെന്നല്ല മനസ്സിലായോ? അതായത് നമ്മുടെ KSRTC തുടങ്ങിയ ആ കാലഘട്ടത്തിലെ ഒരു പഴയ ഒരു ബസ് സ്റ്റാൻഡ്, ആദ്യകാല ബസ് സ്റ്റാൻഡുകളിൽ ഒന്നാണ് നമ്മുടെ ചങ്ങനാശ്ശേരി. ഏതാണ്ട് 52 വർഷം പഴക്കമുള്ള ആ ബസ് സ്റ്റാൻഡ് കോടികൾ മുടക്കി നമ്മൾ അത് പുതുക്കിപ്പണിയാണ്. അതായത് പുതിയ സ്റ്റാൻഡാക്കി, നല്ലൊരു സ്റ്റാൻഡാക്കി, മനോഹരമായ ഒരു സ്റ്റാൻഡാക്കി, എല്ലാ സൗകര്യങ്ങളും, ആധുനിക സൗകര്യങ്ങളുള്ള സ്റ്റാൻഡാക്കി മാറ്റുന്നതിനുള്ള തുടക്കം കുറിക്കുന്നതിനുള്ള ഒരു മേളമാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കാൻ പോവാണ്. എല്ലാവരും ഞാൻ ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിക്കുകയാണ്. ചങ്ങനാശ്ശേരി KSRTCക്ക് സർക്കാരിന്റെ കൈത്താങ്ങായി ചങ്ങനാശ്ശേരിയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുവാനുതകുന്ന ഡിപ്പോ നവീകരണം എന്ന പദ്ധതിക്ക് ചങ്ങനാശ്ശേരിയുടെ പ്രിയങ്കരനായ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 5.15 കോടി രൂപ ഭരണാനുമതി നൽകി ഇന്നിവിടെ സഫലമാവുകയാണ്. ഈ സ്വപ്നം സാധ്യമാക്കിയ കേരളത്തിലെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്കും, ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ അവർക്കും, ഗതാഗത മന്ത്രി ശ്രീ ആന്റണി രാജു അവർക്കും, കോട്ടയത്തിന്റെ സ്വന്തം മന്ത്രിയായ ശ്രീ VN വാസവൻ അവർക്കും സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി എന്നും എപ്പോഴും കൂടെയുള്ള നമ്മുടെ സ്വന്തം MLA ആദരണീയനായ ശ്രീ ജോ കൈമനും ആദ്യമേ തന്നെ അകവഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തി കൊടുക്കും. ദീപം കൊടുക്കുന്നതിനായി വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചുകൊള്ളുന്നു.
സ്വാഗത പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട CMD ആദരണീയനായ യോഗാധ്യക്ഷൻ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകൾ ഇന്നിവിടെ പുതിയ ടെർമിനലിൻ്റെ തറക്കല്ലിടിയിൽ ഉദ്ഘാടനം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു അവർകൾ, ഇതിൽ ആമുഖ പ്രസംഗം നടത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അവർകൾ, ഇവിടെ എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മുഖ്യ ആശംസകരായ ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP അവർകൾ, ഇവിടെ എത്തിയിട്ടുള്ള ശ്രീമതി സന്ധ്യ മനോജ് ചെയർപേഴ്സൺ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി, ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീമതി ബീന ജോബ് വാർഡ് മെമ്പർ, ശ്രീ GP പ്രദീപ് കുമാർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KSRTC, മധ്യമേഖല എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ രമേശ്, ചെയർമാൻ ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽ മുൻ ഡയറക്ട് ബോർഡ് അംഗം KSRTCയുടെ ഡയറക്ട് ബോർഡ് അംഗമായ ശ്രീ സണ്ണി തോമസ് അവർ, ശ്രീ KC ജോസഫ് CPIM ഏരിയ സെക്രട്ടറി ചങ്ങനാശ്ശേരി, ശ്രീ PH നാസർ DCC ജനറൽ സെക്രട്ടറി, അഡ്വക്കേറ്റ് K മാധവൻപിള്ള CPI ചങ്ങനാശ്ശേരി മണ്ഡലം സെക്രട്ടറി, ശ്രീ ലാലിച്ചൻ കുന്നിപ്പറമ്പിൽ കേരള കോൺഗ്രസ് M പ്രതിനിധി, ശ്രീ മാത്യൂസ് ജോർജ് ജനാധിപത്യ കേരള കോൺഗ്രസ് പ്രതിനിധി, ശ്രീ ബാബു തോമസ് GDS, ശ്രീ ലിനു ജേക്കബ് NCP, ശ്രീ ജോൺ മാത്യു മൂലയിൽ LJD, ശ്രീ സാബു മുല്ലിശ്ശേരി മുസ്ലിം ലീഗ്, ശ്രീ മാത്തുക്കുട്ടി പ്ലാത്താനം കേരള കോൺഗ്രസ്, ശ്രീ ജെയിംസ് കാലാവടക്കൻ ശ്രീ കേരള കോൺഗ്രസ് ജേക്കബ്, നവാസ് ചുടുകാട് INL, ശ്രീ മൻസൂർ കേരള കോൺഗ്രസ് B, ശ്രീ BS ശ്രീരാജ് KSRTCയുടെ എംപ്ലോയീസ് അസോസിയേഷൻ, ശ്രീ S നലീസ് കുമാർ TDFിൻ്റെ പ്രതിനിധി, ശ്രീ ജയപ്രകാശ് KSES പ്രതിനിധി, DTO ചങ്ങനാശ്ശേരി ശ്രീ അനിൽകുമാർ, മറ്റ് ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരായ ചങ്ങനാശ്ശേരി നിവാസികളെ, KSRTCയിലെ എൻ്റെ സഹപ്രവർത്തകരെ, മറ്റ് മാധ്യമപ്രതിനിധികളെ, സുഹൃത്തുക്കളെ, KSRTCയുടെ പല ഡിപ്പോകളും ഇതേ സ്ഥിതിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏതാണ്ട് 1965 ആരംഭിച്ചിട്ടുള്ള KSRTCയിൽ 65 ശേഷം ഏതാണ്ട് 70കളിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഉള്ളത്. വളരെ പരിതാപകരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അന്ന് ചങ്ങനാശ്ശേരി ടൗൺ ഇത്രയും വലുതായിരിക്കത്തില്ല. ഇതുപോലെ തന്നെയാണ് പല ടൗണുകളിലെയും അവസ്ഥ. അന്നൊരു ചെറിയ ബസ് സ്റ്റാൻഡായിട്ട് തുടങ്ങി ഇന്ന് വളരെയധികം വികസനം നഗരത്തിനും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ ഓടിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തിനും മറ്റുമൊക്കെ ക്രമാതീതമായിട്ടുള്ള വർധനവ് വന്നിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനായിട്ട് KSRTCക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പലരും പരിതാപകരമായിട്ടുള്ള ഈ ബസ് സ്റ്റാൻഡുകൾ കാണുന്നത്. നല്ലൊരു ടോയ്ലറ്റ് പോലും ഞങ്ങൾക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാ കാലത്തും KSRTC അതിൻ്റെ പ്രാരാബ്ധത്തിലാണ് മുന്നോട്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി അദ്ദേഹം ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത്, ഏറ്റവും മികച്ച ടോയ്ലറ്റ് എങ്കിലും നമുക്ക് എല്ലാ സ്ഥാപനങ്ങളിലും ഉണ്ടാക്കണം. കാരണം വരുന്ന പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് വിശിഷ്യ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ തന്നെ ഇത് നല്ലൊരു ടോയ്ലറ്റ് ഇല്ലാതെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ഡിപ്പോയിൽ വരിക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എന്നാലും കേരളത്തിലെ പല ഡിപ്പോകളുടെയും പ്രവർത്തനം ഞങ്ങൾ പലതും പൊളിച്ചു മാറ്റി പുതിയ ബിൽഡിംഗ് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തന്നെ പത്തനംതിട്ടയിലെ ഡിപ്പോ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ശ്രീമതി വീണ ജോർജ് MLA മുൻകൈയെടുത്തു. KSRTCയുടെ ഫണ്ട് ഉപയോഗിച്ച് ഏതാണ്ട് അതിൻ്റെ ഒരു ഫുള്ളി ഓപ്പറേഷണലായി വരുന്നു. അതിനകത്ത് ചില അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 10 കൊല്ലത്തോളമായി മുടങ്ങിക്കിടന്ന പല ഡിപ്പോകളും ഇപ്പം തൊടുപുഴ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ് ബഹുമാനപ്പെട്ട PJ ജോസഫ് സാർ അതിൻ്റെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇനി മൂവാറ്റുപുഴയുണ്ട്, ഹരിപ്പാട് ഏതാണ്ട് പൂർത്തീകരിച്ചു വരുന്നു, അതുപോലെ തന്നെ മലപ്പുറം പൂർത്തീകരിച്ചു വരുന്നു, നിലമ്പൂര് അവിടുത്തെ മെർക്കന്റൈൽ ബാങ്ക് ഏറ്റെടുക്കുന്നു. BOT അടിസ്ഥാനത്തിൽ KTDFC ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ഒന്നും അത്ര വലിയൊരു പ്രയോജനം KTDCക്കോ KTDFCക്കോ KSRTCക്കോ KTDFCക്കോ ഉണ്ടായിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ പ്രധാനമായിട്ടും ആശ്രയിക്കുന്നത് ബഹുമാനപ്പെട്ട MLAമാരുടെ ഈ ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ടിനെ തന്നെയാണ്. മൺമറഞ്ഞു പോയ CF തോമസ് സാറിന്റെ കാലം തൊട്ടേ ഇതിനൊരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. ഡീസലിന്റെ അപൂർവമായിട്ടുള്ള ബലവർദ്ധനവും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ KSRTC ഒട്ടനവധി പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ലോകോത്തര മാതൃകയിലുള്ള ഒരു ഡിപ്പോയിൽ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യമൊന്നും KSRTCയില്ല. ബഹുമാനപ്പെട്ട MLAമാരും അതുപോലെ തന്നെ നല്ലവരായിട്ടുള്ള നാട്ടുകാരും ഇതിനു മുമ്പ് ആരംഭിച്ചിട്ടുള്ള പല പദ്ധതികളും
ഞങ്ങളുടെ തന്നെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞ് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റാതെ വന്നപ്പോഴൊക്കെ തന്നെ ഇത് മുടങ്ങി കിടക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 1 വർഷക്കാലമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി വന്നതിന് ശേഷം പുതുതായിട്ട് പല സ്ഥലങ്ങളിലും ഞങ്ങൾ ഗവൺമെന്റിന്റെ ഫണ്ടിങ്ങും അല്ലാതെയും ഒക്കെ തന്നെ പുതിയതായിട്ടുള്ള അതേമാതിരി താൽക്കാലികമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ഉണ്ടാക്കി. ഈ കെട്ടിടം തന്നെ CF തോമസാറിന്റെ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ആ കാലത്ത് തന്നെ ഇത് പൊളിഞ്ഞ ആലയങ്ങളിലാണ്. ഇത് തന്നെയാണ് സെക്രട്ടറി മിനിസ്റ്റർ ചെന്നിത്തല പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളെ വെളിപ്പെടുകയും പറയുന്നതാണ്. അതിന്റെ കീഴിൽ നിന്ന് കഴിഞ്ഞാൽ അത് അളന്ന ആലയങ്ങൾ തന്നെയാണ്. ഈ സ്ഥിതിയിൽ നിന്ന് മാറ്റിയെടുക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയമെടുക്കും. എന്തായാലും ബഹുമാനപ്പെട്ട MLA പങ്കെടുപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അതിനായിട്ട് മുന്നോട്ട് വന്ന MLA എന്ന് പറയുന്ന ജനങ്ങളുടെ പ്രതിനിധികളാണ്. ചങ്ങനാശ്ശേരിക്കാരായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അതിൽ തന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കട്ടെ. യോഗാധ്യക്ഷം വഹിക്കുന്ന ശ്രീ വി വാസവൻ ഈ നാടിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന കാര്യത്തിൽ പൊതുരംഗത്ത് വളരെ കാലമായിട്ട് അദ്ദേഹം ഈ രംഗത്ത് നിലനിൽക്കുന്ന ആളാണ്. നിങ്ങളുടെ പല ഡിപ്പോയുടെ കാര്യത്തിൽ, കോട്ടയം ജില്ലയിലെ പല ഡിപ്പോയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒരു പിന്തുണയും ഗവൺമെന്റ് തലത്തിലുള്ള ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇന്നത്തെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് നിങ്ങളുടെ ഓരോരുത്തർക്കും KSRTC കളിലും സംസ്ഥാന ഗതാഗത വകുപ്പിലേക്കും സ്വാഗതം ചെയ്തിട്ടാണ് ശ്രീ വി വാസവൻ. ഞങ്ങളുടെ ഓർഗനൈസേഷനായിട്ടുള്ള അഡ്വക്കേറ്റ് ആന്റണിയുടെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് പരിചയപ്പെടുന്ന കാര്യമില്ല. KSRTC പറ്റി ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അദ്ദേഹം വളരെയധികം പഠിക്കാൻ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ തന്നെ പല ഐഡിയാസ് അതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഗ്രാമവണ്ടി എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ KSRTCയുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, കേരളത്തിലുടനീളം അൺഎക്കണോമിക് ആയിട്ട് KSRTC നടത്തുന്ന എല്ലാ റൂട്ടുകളിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആ നാട്ടിലെ പ്രധാനപ്പെട്ട ആൾക്കാരുടെ സംഭാവനകളും ഉപയോഗിച്ച് ഡീസലിന്റെ പൈസ മാത്രം അത് ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കേരളത്തിൽ ഗതാഗത പ്രശ്നം എന്ന് പറയുന്ന ഒരു കാര്യമേ ഉണ്ടാക്കില്ല. അപ്പൊ അങ്ങനെ നൂതനമായിട്ടുള്ള പല പദ്ധതി ആവിഷ്കരിക്കുകയും അതിനൊക്കെ ഒരു ഉപരി KSRTCയുടെ ജീവനക്കാർക്ക് എല്ലാ വിധത്തിലുള്ള പിന്തുണ നൽകുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള അധ്യക്ഷൻ അഡ്വക്കേറ്റ് ആന്റണി രാജു അവർ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ ആദരവുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്ക് പ്രസംഗം നടത്തുന്ന നിങ്ങളുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, അദ്ദേഹം എനിക്കറിയില്ല ഏറ്റവും കൂടുതൽ എന്നെ കാണാനായിട്ട് നമ്മുടെ സെക്രട്ടറിയേറ്റ് അല്ലെങ്കിൽ KSRTC വന്നിട്ടുള്ള ഒരു MLA ഒരാളാണ്. നിരന്തരമായിട്ട് അദ്ദേഹം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലതവണയാണ് ഇതിനകത്തുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടായത്. ഞാൻ അവസാനം എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡിലൊന്നും പറയാനും. അപ്പൊ ഞാൻ നേരെ ഇതിന്റെ എഞ്ചിനീയർമാരെ അതുപോലെ തന്നെ HLL പോലുള്ള കമ്പനികളുടെ പ്രതിനിധിയായിട്ട് വരും. അവരെ നിരന്തരമായിട്ട് ഫോളോ ചെയ്ത് എന്തായാലും നമുക്ക് ഈ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആമുഖ പ്രസംഗം നടത്തുന്ന നമ്മുടെ പ്രിയങ്കരനായ MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അവരുടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. സുരേഷ് MP എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ എത്തിയിട്ടുള്ള സന്ധ്യ മനോജ് ചെയർപേഴ്സൺ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി മാഡത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശ്രീമതി വീണ ജോ വാർഡ് മെമ്പർ മാഡം, ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്. എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള GB പ്രദീപ് കുമാർ എത്തിയിട്ടില്ല. പക്ഷേ ശ്രീ രമേശ് സെൻട്രൽ സോണിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻചാർജായിട്ടുള്ള ശ്രീ രമേശ് എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മുൻ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള ട്രിവാൻഡ്രം സ്പിന്നിംഗ് മില്ലിന്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ സണ്ണി തോമസ് അവർ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് എഴുതുന്നുണ്ടെങ്കിൽ ഈ യോഗത്തിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ KC ജോസഫ് CPIM ഏരിയ സെക്രട്ടറി ചങ്ങനാശ്ശേരി, ശ്രീ BH നാസർ എല്ലാവരും ഏരിയകൾ വായിച്ചു പോകുകയാണ്. സമയക്രമം പോലെ ബഹുമാനപ്പെട്ട 2 മന്ത്രിമാർക്ക് കഴിഞ്ഞിട്ട് പരിപാടി പോകാണ്. ശ്രീ KC ജോസഫ്, ശ്രീ BH നാസർ, അഡ്വക്കേറ്റ് K മാധവപിള്ള, ശ്രീ രാജചന്ദ്രൻ മുന്നിപ്പറമ്പിൽ, ശ്രീ മാത്യൂസ് ജോർജ്, ശ്രീ ബാബു തോമസ്, ജിനു ജേക്കബ്, ജോൺ മാത്യു കൂട്ടയിൽ, സാബു മുല്ലശ്ശേരി, മാത്തുക്കുട്ടി പാത്താനം, ജീൻസ് കാടാവടക്കൽ, നവാസ് ചുടുകാട്, ശ്രീ മൻസൂർ, അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവനക്കാരുടെ പ്രതികളായിട്ടുള്ള ശ്രീ ES ശ്രീരാജ്, S നവീസ് കുമാർ, G ജയപ്രകാശ്, എൻ്റെ ഇവിടുത്തെ DTO ആയിട്ടുള്ള ശ്രീ P അനിൽകുമാർ, KSRTCയുടെ സഹപ്രവർത്തകർ, മാധ്യമപ്രതിനിധികൾ, നല്ലവരായിട്ടുള്ള ചങ്ങനാശ്ശേരി നാട്ടുകാർ, വ്യാപാരികൾ, വ്യവസായികൾ എല്ലാവരെയും സമയക്രമം മൂലം ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷൻ ആമുഖ പ്രസംഗം നടത്താനായിട്ട് അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ അവരുടെ ക്ഷണിച്ചു. ഞാൻ വാർഷിക്കുന്നു. നന്ദി, നമസ്കാരം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയ കളരിയിലേക്ക് ഇറങ്ങി കേരള കോൺഗ്രസിലൂടെ ചങ്ങനാശ്ശേരി
ചങ്ങനാശ്ശേരിക്കാരുടെ സുപരിചിതനായി മാറിയ വ്യക്തിത്വമാണ് നമ്മുടെ സ്വന്തം MLA അഡ്വക്കേറ്റ് ശ്രീ ജോ മൈക്കിൾ. പുതിയ ചങ്ങനാശ്ശേരി സൃഷ്ടിക്കുവാനും ചങ്ങനാശ്ശേരിയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുവാനും യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ഭീഷണിയായി മാറിക്കൊണ്ടിരുന്ന പഴയ ഡിപ്പോ കെട്ടിടം പൊളിച്ചു നീക്കി പുതിയ ഒരു കെട്ടിടം സാധ്യമാക്കുവാൻ അക്ഷീണം പ്രയത്നിച്ച വ്യക്തിയാണ് നമ്മുടെ MLA. നാടിനും നാട്ടുകാർക്കും സുപരിചിതനായ നമ്മുടെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട MLA അഡ്വക്കേറ്റ് ജോ മൈക്കിൾ അവരുടെ ആമുഖ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ചങ്ങനാശ്ശേരിയിലെ ദീർഘകാലമായി ചങ്ങനാശ്ശേരിയിൽ ജനങ്ങൾ ഒന്നടക്കം ആവശ്യപ്പെടുന്ന ഒരു കാര്യമായിരുന്നു KSRTCയിലെ പഴയ ബസ് സ്റ്റാൻഡ് സ്റ്റേഷൻ തുറച്ചു മാറ്റി ഈ കെട്ടിടത്തിന് പകരം പുതിയ ഒരു ബസ് സ്റ്റേഷൻ നടന്നു. 52 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ബസ്. ഇതിന്റെ ഒത്തിരിയേറെ നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ തന്നെ അറിയാം. ആ കെട്ടിടത്തിന്റെ മേളിൽ ആരൊക്കെ കെടുത്ത് വളരെ പല പ്രാവശ്യം ഇവിടെ അടർന്നു വീണ യാത്രക്കാർക്ക് പരിക്ക് പറ്റി. വളരെ അധിക ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തകൾ വന്നുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 1-2 മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ ചങ്ങനാശ്ശേരി MLA ആയി വന്നാൽ ഒരു വർഷത്തിനകം ഈ KSRTC ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തന പരിപാടികൾ ആരംഭിക്കുമെന്ന് ഞാൻ അന്ന് പറഞ്ഞത്. ആ വാക്ക് പാലിച്ചുകൊണ്ട് മെയ് മാസം 2-ാം തീയതിയാണ് എന്നെ MLA ആയി തിരഞ്ഞെടുത്തത്. ഇന്ന് ഏപ്രിൽ മാസം 26. അതിന് 6-7 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കേരളത്തിന്റെ ബഹുമാനമായ 2 മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ കാര്യമായി ഞാൻ കരുതിയാണ്. ഞാൻ ഇവിടെ MLA ആസ്തി ഫണ്ടിൽ നിന്നാണ് ഈ തുക കണ്ടെത്തിയത്. ഞാൻ ഈ MLA ആയി നിയമസഭയിൽ ചെന്ന സമയത്ത് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു സബ്മിഷൻ കൊടുത്തു. KSRTC ബസ് സ്റ്റാൻഡ് പൊളിച്ച് ആ പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം ഉണ്ടാകും. മന്ത്രി നിയമസഭയിൽ പറഞ്ഞു KSRTCക്ക് ഒരു നിവൃത്തിയില്ല, സാമ്പത്തികമായി വലിയ കഷ്ടപ്പെടുകയാണ്, ഒരു പുതിയ കെട്ടിടം പണിയാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞാൻ നിയമസഭയിൽ പറഞ്ഞു അങ്ങ് തയ്യാറാണെങ്കിൽ അതിന് വഴിയുണ്ട് എന്നുള്ളത്. എന്തായാലും അതിനുശേഷം കോട്ടയം കളക്ടറുമായി ബന്ധപ്പെട്ടു. നമ്മുടെ പഴയ MLA CF സാറിന്റെ ആ ഫണ്ടിൽ കിടന്ന പൈസയും പുതിയതായി കണ്ടെത്തിയ പൈസയും എല്ലാവർക്കും കൂടി 512 ലക്ഷം രൂപ മുടക്കി കോട്ടയം കളക്ടറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഭരണാനുമതി മേടിച്ചു. അതുകൊണ്ട് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ബിജു പ്രവാസിയും ചെയർമാനെ ഡയറക്ടർ എടുപ്പിച്ചെന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു മന്ത്രിയെ കാണാൻ പറഞ്ഞു. മന്ത്രിയുടെ പരമാവശ്യം കണ്ടു. മന്ത്രി പറഞ്ഞു നമുക്ക് വഴിയുണ്ടാക്കാം, നമുക്ക് ഫയൽ മുമ്പോട്ട് നീക്കാം. CMD ഒത്തിരിയേറെ സഹായിച്ചു, മന്ത്രി അതിൽ കൂടുതൽ സഹായിച്ചു. മന്ത്രിയുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിന്റെ ഇന്ന് ഇവിടെ ഈ തറക്കല്ലിട്ട് നമ്മുടെ പണി ഇവിടെ ആരംഭിക്കുക. ഇതിന് 3 ഘട്ടമായിട്ടാണ് ഈ പണി നിർവഹിക്കാൻ വേണ്ടിയിരിക്കുന്നത്. 1-ാം ഘട്ടമായി ഇപ്പം നമ്മുടെ ആളുകൾക്ക് നിൽക്കാൻ വേണ്ടിയുള്ള ഷട്ടർ ഹൗസുകൾ ഉണ്ടാകും. 2-ാം ഘട്ടമായി പഴയ ബസ് സ്റ്റാൻഡ് പൊളിച്ചു നീക്കും. 3-ാം ഘട്ടമായി പുതിയ കെട്ടിടം ഉണ്ടാകും. പുതിയ കെട്ടിടം എന്ന് പറയുമ്പോൾ എല്ലാ ആധുനിക സൗകര്യങ്ങളും അതിനകത്തുണ്ടാകും. നമ്മുടെ ഈ യാത്രക്കാർക്ക് ഇരിക്കാൻ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ക്ലോക്കും സഹിതം, അവർക്ക് വിശ്രമിക്കാൻ വേണ്ടി AC റൂം സഹിതം, സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കുമുള്ള ടോയ്ലറ്റുകൾ, അതുപോലെ എല്ലാ അത്യാധുനിക സൗകര്യത്തോടും കൂടിയാണ് HLL മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. പാർക്കിംഗ് ഒരു 300 കാറെങ്കിലും ഇവിടെ കൊണ്ട് ഇട്ടിട്ട് ബസ് കയറി പോകാൻ തക്ക രീതിയിലുള്ള ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് സംവിധാനം ഉണ്ടാവും. ഇവിടെ ഏറ്റവും വലിയ കുഴപ്പം സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ ഉള്ള സ്ഥലത്ത് കൊണ്ട് വേണം നമുക്ക് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാം. ബഹുമാനപ്പെട്ട മന്ത്രിയോട് എനിക്കൊരു അപേക്ഷയുള്ളത്, ഇതിന്റെ ചുറ്റുമുള്ള മതില്, ഈ ചുറ്റും ഇതിന് ഈ KSRTCയുടെ 4 ചുറ്റും വഴിയുണ്ട്. പക്ഷെ നമുക്ക് 2 സ്ഥലത്തുള്ള വഴിയാണ്. ഈ പ്രദേശത്തുള്ള വഴി നമുക്ക് കാറൊന്നും യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വഴിയാണ്. അപ്പം ബഹുമാനപ്പെട്ട മന്ത്രി ഇടപെട്ടുകൊണ്ട് KSRTCയുടെ 4 വശത്തൂടെ ഗതാഗത കാറും അതുപോലുള്ള വാഹനങ്ങൾ പോകത്തക്ക രീതിയിലുള്ള ഒരു വഴിയാക്കി ഞങ്ങൾക്ക് മാറ്റിത്തരണം എന്നുള്ള അപേക്ഷയുണ്ട്. ആ അപേക്ഷ മന്ത്രി അതിനുവേണ്ടി തയ്യാറാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുക. 4-ാമതായി നമുക്കുള്ളത് അടുത്ത MLA ഫണ്ട്. MLA എന്നുള്ള രീതിയിൽ 1 കോടി അല്ലെങ്കിൽ 2 കോടി രൂപ KSRTC തയ്യാറാണ്.
ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ യാള് അതോടനുബന്ധിച്ചുള്ള മറ്റ് സൗകര്യങ്ങൾ ഈ KSRTC ഭൗതിക സാഹചര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്താൻ വേണ്ടി 2 കോടി രൂപയും കൂടെ അനുവദിക്കുന്നതായിരിക്കും എന്നുള്ള സന്തോഷ വാർത്തകൾ ഞാൻ അറിയിക്കുന്നു. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നമുക്ക് ഇതിന്റെ പണി 18 മാസം കൊണ്ട് പൂർത്തിയാകണം. 3 മാസത്തിനകം ഷട്ടറിന്റെ പണി പൂർത്തിയാകണം. അതിനുശേഷം മെയിൻ ബിൽഡിംഗ് 2 വർഷത്തിനകം ഇതിന്റെ സമ്പൂർണ്ണ സജ്ജീകരണത്തോടു കൂടിയുള്ള KSRTC ബസ് സ്റ്റാൻഡ് ചങ്ങനാശ്ശേരി പ്രവർത്തിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോട് മുമ്പോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ മന്ത്രിയോട് പ്രത്യേകമായി കടപ്പെട്ടിരിക്കുന്നു. മന്ത്രി ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് വന്ന് അതൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇന്നത്തെ ദിവസം മൊത്തം ചങ്ങനാശ്ശേരിക്ക് വേണ്ടി നീക്കിവെച്ച ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അദ്ദേഹം ഇതിന്റെ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് വേണ്ടി അദ്ദേഹം എനിക്ക് ഏത് സമയത്ത് എന്നാലും എപ്പോഴും എന്നോട് പറയും നമുക്ക് ഉടനെ അതിന്റെ നിർമ്മാണ പരിപാടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയുമായിരുന്നു. വാക്ക് പാലിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ നടത്തി തന്ന മന്ത്രിയോട് ബഹുമാനായ ആന്റണി രാജുവിനോടുള്ള പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കോട്ടയത്തിന്റെ സ്വന്തം മന്ത്രി, കേരളത്തിന്റെ സഹകരണ രംഗത്ത് ഇത്ര ഒരു നല്ല മന്ത്രി കേരളത്തിൽ വന്നിട്ടില്ല. സഹകരണ രംഗം അരച്ച് പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ബഹുമാനപ്പെട്ട എൻ വാസവൻ ചേട്ടൻ. തീർച്ചയായും കോട്ടയത്തിന്റെ മന്ത്രി എന്നുള്ള രീതിയിൽ എല്ലാ രീതിയിലും നേതൃത്വം നൽകുന്ന വാസവൻ ചേട്ടനോട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിയുടെ 2 അപേക്ഷ, ഒരു ഷിഫ്റ്റ് വണ്ടി ചങ്ങനാശ്ശേരി ബാംഗ്ലൂർക്ക് അനുവദിക്കാൻ വേണ്ടിയുള്ള ഒരു ഓർഡർ തന്നെ തരണം. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി കൂടി റൂട്ടിലേക്ക്, ഹൈറേഞ്ച് റൂട്ടിലേക്ക് ഞങ്ങൾക്ക് വണ്ടി കുറവാണ്, ആ വണ്ടി അനുവദിക്കണം. അതോടൊപ്പം തന്നെ മന്ത്രി നേരത്തെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ചങ്ങനാശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് നേരത്തെ 22 വണ്ടി സർവീസ് ഉണ്ടായിരുന്നു. ഇപ്പൊ 2 വണ്ടി മാത്രമേ ഉള്ളൂ. അത് 22 ചോദിക്കുന്നില്ല, 2-3 എണ്ണങ്ങളും കൂട്ടി തന്നുകൊണ്ട് ഞങ്ങളെ ആ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഗ്രാമപ്രദേശത്ത് പോകുന്ന ആളുകൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടുന്ന നടപടി ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഇവിടെ വന്നിട്ട് എല്ലാവർക്കും പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഉദ്ഘാടന ചടങ്ങിന്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ അവർകളാണ്. സംസ്ഥാന സഹകരണ ബാങ്ക് പ്രസിഡന്റ്, റാപ്കോ ചെയർമാൻ, CPM മുൻ കോട്ടയം ജില്ലാ സെക്രട്ടറി, CPM സംസ്ഥാന കമ്മിറ്റി അംഗം, മുൻ കോട്ടയം MLA-യും 15ാം നിയമസഭയിലെ ബഹുമാനപ്പെട്ട സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുമായ ഏറ്റുമാനൂർ MLA ശ്രീ VN വാസവൻ അവർകളെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രി ശ്രീ ആന്റണി രാജു, ബഹുമാനായ MLA അഡ്വക്കേറ്റ് ജോബ് മീറ്റർ, ബഹുമാനിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സന്ധ്യ മനോജ്, പ്രിയകരനായ CMD ശ്രീ ബിജു പ്രഭാകർ, വേദിയിലുള്ള വാർഡ് കൗൺസിലർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ, സദസ്യരുള്ള ബഹുമാന്യരെ, സഹോദരി സഹോദരന്മാർ, ശേഷം നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അത് മനോഹരമാക്കി മാറ്റുന്നതിൻ്റെ പ്രാധാന്യവും നന്നായി നമുക്കെല്ലാം തിരിച്ചറിയാം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുക. അത് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ അനുസ്മരിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ കിടക്കാൻ കഴിയും. അത് വേറൊരുമല്ല, മൺമറഞ്ഞ നമ്മുടെ CSR തന്നെയാണ്. ചങ്ങനാശ്ശേരിയുടെ ദീർഘകാലത്തെ ജനപ്രതിനിധിയും ഒരുപക്ഷെ പൊതുപ്രവർത്തന രംഗത്തെ സൗമ്യ സാന്നിധ്യവുമായിരുന്ന നിയമസഭാ തലങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കി. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉൾപ്പെടെ MLA ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇന്നത്തെ MLA നല്ല രൂപത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി ഇപ്പോൾ ഇതാ KSRTCയുടെ മനോഹരമായ ഒരു കെട്ടിടം ഇവിടെ തീർത്ത് ഈ സ്റ്റേഷനിൽ ഇപ്പോൾ ഇതാ വീണ്ടും നമ്മുടെ KSRTC മന്ത്രിയും സ്ഥലത്തെത്തിയിരിക്കും. KSRTC ഇന്ന് നിങ്ങൾക്ക് എന്നും വായനയ്ക്ക് വിധേയമാകുന്നൊരു വിഷയമാണ്. ഈ വിവാദങ്ങളെല്ലാം വരുമ്പോൾ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ബഡ്ജറ്റിൽ നിന്ന് പണം കൊടുക്കുന്നു, ധനകാര്യമന്ത്രി പണം കൊടുക്കുന്നു, സഹകരണ വകുപ്പ് പണം കൊടുക്കുന്നു, ഇതൊക്കെ പറഞ്ഞ് വിമർശനം ഉയർത്തുന്ന ചില കൂട്ടരുണ്ട്. അവരോടെല്ലാം എനിക്ക് വിനയപൂർവ്വം പറയാനുള്ളത്,
കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ കേരളത്തിൻ്റെ ഏറ്റവും നല്ല പൊതുമേഖലാ വ്യവസായ സ്ഥാപനം. അത് നഷ്ടത്തിലോടുന്നു എന്നുള്ളതും ശരിയാണ്. പക്ഷെ ആ നഷ്ടം സഹിക്കുമ്പോൾ ആ നഷ്ടം ബഹുജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് നന്നായി മനസ്സിലാക്കണം എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നു. KSRTC ഇല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകാരൻ്റെ ചാർജ് എന്തായിരിക്കും എന്ന് ആലോചിച്ചു. റേഷൻ കടയില്ലെങ്കിൽ പൊതുമേഖലയിലെ അരിവരി എന്തായിരിക്കും ആലോചിച്ച് നോക്കും. അടുത്ത കാലത്ത് ഏറ്റവും അവസാനം ഞാൻ പറയുന്നു, കോവിഡ് ബാധിച്ചപ്പോൾ സ്വകാര്യ മെഡിക്കൽ ഷോപ്പുകളിൽ ഒരു പൾസ് ഓക്സിമീറ്റർ 3000 രൂപയാണ്. ഞങ്ങൾ സഹകരണ മേഖല ഇടപെട്ട് കൺസ്യൂമർ പെട്ടത് വാങ്ങിയപ്പോൾ 950 രൂപയാണ്. പിന്നീട് അത് ബാർഗെയിൻ ചെയ്ത് വാങ്ങിയപ്പോൾ 520 രൂപയാണ്. അപ്പോൾ പൊതുമേഖലയുടെയും സ്വകാര്യ മേഖലയുടെയും പ്രാധാന്യം എന്ന് വെച്ചാൽ സ്വകാര്യ മേഖല വേണമെന്ന് ഞാൻ പറയുന്നില്ല, രണ്ടും കൂടി ചെയ്യണം. അപ്പോൾ പൊതുമേഖലയുടെ പ്രാധാന്യം എത്ര വലുതാണെന്ന് സൂചിപ്പിക്കാൻ ഇതില്ലെങ്കിൽ നാട്ടിലെ യാത്രക്കാരുടെ സ്ഥിതി എന്താ? അപ്പോൾ മര്യാദ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ബാംഗ്ലൂർക്കും ചെന്നൈക്കുമൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന നിരവധി ആളുകളുമെല്ലാം സ്വകാര്യ സംരംഭകരുടെ വലിയ ഓൾഡോ ബസ്സിൽ കയറി പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ വാങ്ങിയിരുന്ന ചാർജല്ല. നമ്മുടെ ബഹുമാന്യ മന്ത്രി മുൻകൈയെടുത്ത് സിറ്റ് തുടങ്ങിയപ്പോഴേക്ക് അവരെല്ലാം വടികെട്ടി നിന്ന് വാലിപ്പോ ചൂര് പോലെ താന്നോട്ട് വന്നില്ലേ എല്ലാം. എത്ര വലിയ രൂപത്തിൽ മാറ്റം വന്നു, എത്ര വലിയ രൂപത്തിൽ ആ ചാർജ് വ്യത്യാസം വരുന്നത്. അവിടെയാണ് പൊതുമേഖലയുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ KSRTC നിലനിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ബഡ്ജറ്റിൽ പണം കൊടുത്തു, ഒരു സഹകരണ വായ്പ എടുത്തോ ഒക്കെ ഓടിച്ച് എന്തായിരുന്നാലും ഇത് വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന പരിശ്രമത്തിൽ നമ്മുടെ മന്ത്രി ഇന്ന് വിജയം കൈവരിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അദ്ദേഹം നല്ല രൂപത്തിൽ ആ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ വിഷയം പഠിച്ച് അതോടൊപ്പം പുതിയ സിറ്റുകൾ ഇറക്കി. ഇതുകൂടാതെ നമ്മൾ കണ്ടു ടൂറിസ്റ്റ് രംഗത്തേക്ക് സിറ്റികളിൽ ബസ് ഇറക്കി. ഇപ്പൊ ഗ്രാമവണ്ടിയുടെ കാര്യം സൂചിപ്പിച്ചു. ഒട്ടനവധി സ്റ്റേഷനുകൾ നവീകരണത്തിലേക്ക് കൊണ്ടുവരുന്നു. ഈ കാര്യത്തിലെല്ലാം നല്ല ശ്രമകരമായ ഒരു നീക്കം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. അത്തരം ശ്രമകരമായ നീക്കം നടത്തുമ്പോൾ മന്ത്രിയുടെ കുറ്റമാണ് ശമ്പളം കിട്ടാത്തത് എന്നും അല്ലെങ്കിൽ കൊടുക്കാത്തതെന്നും പൊതുവിമർശനം എത്തിയാലോ അത് ശരിയല്ല. അവിടെ ആ കാര്യത്തെ സംബന്ധിച്ചോളം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഈ മേഖലയ്ക്ക് ഉൾപ്പെടെ പൊതുമേഖലയ്ക്ക് ആരുണ്ടായ ക്ഷീണം എന്ന് പറയുന്ന കോവിഡ് എന്ന മഹാമാരിയാണ്. എത്ര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നു, എത്ര സിനിമാ ഷോപ്പുകൾ അടച്ചിടേണ്ടി വന്നു, എത്ര കലാകാരന്മാർ രാജാപ്പാർട്ടി കിട്ടിയിരുന്നവർ യഥാർത്ഥത്തിൽ വീക്കച്ചവടത്തിലേക്കും അതുപോലെ പെയിന്റടിയിലേക്കും വന്ന് നമ്മൾ കണ്ടതല്ലേ. എത്ര രംഗത്തതിന്റെ ദുരന്തം വന്നു, എത്ര ഫാക്ടറിക്ക് ഷട്ടർ ഇട്ടു. ഇതെല്ലാം വന്ന കൂട്ടത്തിൽ KSRTCക്കും സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ആ കോവിഡിന്റെ വലിയ രൂപത്തിലുള്ള ആഘാതത്തിൽ കയറി ഇപ്പോൾ പതുക്കെ അത് മുന്നോട്ട് വന്നു നല്ല രൂപത്തിൽ ഇതിനെ പൊക്കിയെടുക്കാനുള്ള പരിശ്രമത്തിലാണ് ബഹുമാനപ്പെട്ട ഗതാഗത മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ടീമും. നല്ല പരിശ്രമങ്ങളാണ് നല്ല രൂപത്തിൽ വിജയിക്കുന്നത്. ആ തരത്തിൽ വിജയിച്ച് ഇപ്പൊ സ്വിഫ്റ്റ് തുടങ്ങിയിരിക്കുന്നു. അത് വലിയ വിജയകരമാണ്. സ്വിഫ്റ്റ് ഇറങ്ങിയപ്പോഴും ആദ്യത്തെ ട്രിപ്പ് തന്നെ അതിന് 2 സ്ഥലത്ത് വെച്ച് അപകടത്തിൽ സംഭവിച്ചു എന്നുള്ളത് വാർത്തയാക്കാനാണ് എല്ലാവർക്കും താല്പര്യം. പക്ഷെ ആ സ്വിഫ്റ്റ് ഓടിത്തുടങ്ങിയപ്പോൾ 5000 രൂപ ഉണ്ടായിരുന്നത് 4000 രൂപയായോ 3500 രൂപയോ ചാർജ് കുറഞ്ഞു എന്നുള്ളത് വാർത്തയാക്കുന്നില്ല. അതേസമയത്ത് വാർത്തയാക്കുന്നത് സ്വിഫ്റ്റിന് കേടുപാടുകൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇടിച്ചു എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഓരോരുത്തരുടെ താല്പര്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് KSRTC എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കണം. ആ സ്ഥാപനത്തെ നമുക്ക് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതിന് പല രൂപത്തിലുള്ള സഹായങ്ങൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് MLA-മാർ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് തുക നൽകി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പാലായി ഒരെണ്ണം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെല്ലാം പോയിരുന്നു. അവിടെ ബഹുമാന്യ ഹേമാൻ സാറിന്റെ ആസ്തി വികസന ഫണ്ട് പൂർണ്ണമായി പരമപ്പെടുത്തിയായിരുന്നു നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ സ്ഥലത്തും MLA-മാർ മുൻകൈയെടുത്തുകൊണ്ട് തന്നെ അവരുടെ ആസ്തി വികസന ഫണ്ട് പ്രയോജനപ്പെടുത്തി ഇപ്പോൾ ഈ തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവിടെ ഈ കാര്യത്തിൽ കൃത്യതയോടുകൂടി മുങ്ങിക്കിടന്നിരുന്ന ഫയലുകളൊക്കെ പൊക്കിയെടുത്ത് സമയബന്ധിതമായി അതിനിടപെട്ട് ഈ കാര്യം കൃത്യതയോടുകൂടി നടപ്പിലാക്കാൻ നമ്മുടെ MLA കാണിച്ച താല്പര്യം ഊർജ്ജസ്വലതയും പ്രത്യേകം അഭിനന്ദനാർഹമാണ് എന്ന് എടുത്തു പറയുകയാണ്. അങ്ങനെ CSR തുടങ്ങി വെച്ച അദ്ദേഹത്തിന്റെ ഫണ്ട് കൂടി സമാഹരിച്ചുകൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം നിശ്ചയമായും നമ്മുടെ മന്ത്രി ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ച് കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനാണ് ചങ്ങനാശ്ശേരി KSRTC സ്റ്റേഷൻ. ഈ ജില്ലയിൽ നിന്ന് നാനാതലങ്ങളിലേക്ക് ഇപ്പൊ കുമളിക്കായിരുന്നാലും ശരി, വടക്കൻ കേരളത്തിലേക്കായിരുന്നാലും ശരി, തെക്കൻ കേരളത്തിലേക്കായാലും പടിഞ്ഞാറൻ മേഖലയ്ക്കായാലും വലിയ രൂപത്തിൽ വണ്ടികൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് കൂടുതൽ സൗകര്യം ഇവിടെ തന്നും
MLA സൂചിപ്പിച്ചതുപോലെ സിറ്റി ബസ് തിരുവനന്തപുരത്ത് മാത്രം പോയാൽ പോരാ, മറിച്ച് ചങ്ങനാശ്ശേരിയും കോട്ടയത്തും വരണം, അതിനുകൂടി മന്ത്രി മുൻകൈ എടുക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് മന്ത്രിയുടെ എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും അറിയിച്ചുകൊണ്ട് തുടർന്നും ഞങ്ങളെ ഇത്തരത്തിൽ സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനും നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ച് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും ബഹുമാനായ മന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ ഇന്ന് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വിദ്യാർത്ഥി പ്രസ്ഥാനമായിരുന്ന KSSCയിൽ പ്രവർത്തിച്ച് കേരള കോൺഗ്രസ് പാർട്ടിക്കാരനായി രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ഒരു അഭിഭാഷകൻ കൂടിയാണ് ശ്രീ ആന്റണി രാജു MLA. പൊതുമേഖലാ സ്ഥാപനമായ തിരുവിതാംകൂർ സിമന്റ് ലിമിറ്റഡിന്റെ ചെയർമാൻ, കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം എന്നീ പദവികൾ വഹിച്ചുകൊണ്ട് 2021 മെയ് 20 മുതൽ രണ്ടാം തവണ ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ LDF മന്ത്രിസഭയിലെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു MLA ചങ്ങനാശ്ശേരി KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്തും കോട്ടയം ജില്ലയുടെ അഭിമാനവും കേരളത്തിന്റെ പ്രഗത്ഭനായ സഹകരണവും മന്ത്രിയും നമ്മുടെ എല്ലാ പ്രിയങ്കരനുമായ ശ്രീ VN വാസവൻ, ഈ വേദിയിൽ ആമുഖ പ്രസംഗം നടത്തിയ ചങ്ങനാശ്ശേരിയുടെ ഊർജ്ജസ്വലനായ MLA അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ, KSRTCയുടെ CMD, ഗതാഗത വകുപ്പിന്റെ സെക്രട്ടറിയും KSRTCയെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് 24 മണിക്കൂർ എന്നോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ശ്രീ ബിജു പ്രഭാകർ IAS, ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സന്ധ്യ മനോജ്, വാർഡ് മെമ്പർ ശ്രീമതി ബീന ജോ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള KSRTCയുടെ ഉദ്യോഗസ്ഥന്മാരെ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെ, ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ, നല്ലവരായ നാട്ടുകാരെ, മാധ്യമ സുഹൃത്തുക്കളെ, KSRTC ജീവനക്കാരെ, സഹോദരി സഹോദരന്മാരെ, കോട്ടയം ജില്ലയുടെ പൊതുവെയും ചങ്ങനാശ്ശേരിയുടെ പ്രത്യേകിച്ചുമുള്ള ഒരു ചിരകാല സ്വപ്നം പൂവണിയുന്ന സുദിനമാണ് ഇന്ന്. ചങ്ങനാശ്ശേരിയുടെ മുഖച്ഛായി MLAയുടെ പ്രതിച്ഛായയിൽ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു നൂതനമായ, ഒരു ആകർഷണീയമായ ഒരു സംരംഭമാണ് ഇവിടെ ഉയരാൻ പോകുന്നത്. 52 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ നേതാവ്, യശസ്വീരനായ KN ജോർജ് സാറ് കല്ലിട്ട ഒരു ബസ് ടെർമിനലാണ് ഇന്നിവിടെ നിലവിലുള്ളത്. 52 വർഷം പിന്നിടുമ്പോൾ അത് മാറ്റേണ്ട കാലമായി. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു പുതിയ ബസ് ടെർമിനൽ കോംപ്ലക്സിന്റെ തന്നെ സാന്നിധ്യം അനിവാര്യമാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഏറെ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോഴും KSRTC ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാകുന്നത്. ഈ ഗവൺമെന്റ്, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കോട്ടയം ജില്ലയിൽ തന്നെ ബഹുമാനപ്പെട്ട സഹകരണവും മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ ബസ് ടെർമിനലിന്റെ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. കോട്ടയം ബസ് സ്റ്റാൻഡ് എത്രയോ കാലമായി വികൃതമായി ജീർണിച്ച് എപ്പോഴും വീഴാവുന്ന ഒരു തലത്തിലേക്ക് നിന്ന കോട്ടയം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ചെന്ന് നോക്കിയാൽ അതോടെ ഇല്ല. അത് പൂർണ്ണമായി പൊളിച്ചു മാറ്റി കഴിഞ്ഞു. അവിടെ നമ്മൾ പുതിയ ഒരു ബസ് ഷെൽട്ടർ നിർമ്മാണം പൂർത്തിയായി വരുന്നു. മെയ് മാസത്തോടുകൂടി പൂർത്തിയാക്കുവാനാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. മെയ് മാസം തന്നെ പൂർത്തിയാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കഴിയുന്നതോടുകൂടി കോട്ടയം പട്ടണത്തിലും ഒരു പുതിയ ബസ് ടെർമിനൽ കോംപ്ലക്സ് സമയബന്ധിതമായി നിർമ്മാണം ആരംഭിച്ച് പൂർത്തിയാക്കുവാനുള്ള അണിയറ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പാലാ ബസ് ടെർമിനൽ കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ മാസവും ബഹുമാനപ്പെട്ട ആശ്വാസമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് നടത്തിയത്. ഇന്നിപ്പോൾ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡും പുതിയ നിലവാരത്തിലേക്ക്, പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ് ഇന്ന് ആരംഭിക്കുന്നത്.
അങ്ങനെ രണ്ടാം പിണറായി സർക്കാർ അധികാരം വന്നതിന് ശേഷം കോട്ടയം ജില്ലയിൽ തന്നെ മുഖച്ഛായ മാറുന്ന പുതിയ ടെർമിനൽ നിർമ്മിക്കുന്ന മൂന്നാമത്തെ സ്ഥലമാണ് ചങ്ങനാശ്ശേരി. പാല തുറന്നു കൊടുത്തു, കോട്ടയം അവിടെ ഷെൽട്ടർ പൂർത്തീകരിക്കുന്നു, പുതിയ ബസ് ടെർമിനൽ നിർമ്മാണം ആരംഭിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ ടെർമിനലിന്റെ ഷെൽട്ടറിന്റെ നിർമ്മാണം ഉടനെ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ 3 മാസം കൊണ്ട് പൂർത്തിയാക്കും. അതിനെ തുടർന്ന് പുതിയ ബസ് ടെർമിനൽ കോംപ്ലക്സ് ഉയർന്നു വരും. പാലായൂരിൽ തൊടുപുഴയില് ഏതാണ്ട് ഒരു 10 വർഷക്കാലമായി നിർമ്മാണം എഴുന്നഴിഞ്ഞ് നീങ്ങി മുടങ്ങി നിലച്ച് അവസാനിപ്പിച്ച് അസ്തമിച്ചിരുന്ന ഒരു കെട്ടിടം രണ്ടാം പിണറായി സർക്കാർ അധികാരം വന്നതിന് ശേഷം KSRTC തന്നെ തനത് ഫണ്ട് കൂട്ടി ചെലവഴിച്ചുകൊണ്ട് ഒരു ബൃഹത്തായ ബസ് ടെർമിനൽ കോംപ്ലക്സ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവിടുത്തെ MLA ശ്രീ PJ ജോസഫ് സാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് അതും തുറന്നു കൊടുത്തത്. അങ്ങനെ KSRTCയുടെ മുഖച്ഛായ മാറുന്ന വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിന്റെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. ദീർഘമായ ഒരു പ്രസംഗത്തിന്റെ ഇതിനുള്ള ആവശ്യമില്ല. കാരണം വസ്തുതകളെല്ലാം നമുക്ക് നന്നായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നാം എല്ലാം ജീവിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA അതുപോലെ തന്നെ അധ്യക്ഷൻ വാസവൻ മന്ത്രിയും ഒക്കെ അതിന്റെ KSRTCയുടെ ഒരു നിലനിൽപ്പിന്റെ അനിവാര്യതയെക്കുറിച്ച് KSRTC ജനങ്ങളുടേതാണ്. കേരളത്തിലെ ജനങ്ങളുടെ സ്വന്തം വണ്ടിയാണ് ആനവണ്ടി. നമ്മുടെ ഒരു വികാരമാണ് KSRTC. ഇത് എല്ലാ കാലത്തും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കേരള ജനതയുടെ പൊതുഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തുന്നതിൽ നിലനിർത്തുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് KSRTC ആണെന്ന് നമുക്കെല്ലാം നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് പോരായ്മകളുണ്ടെങ്കിലും കുറവുകളുണ്ടെങ്കിലും അതെല്ലാം നികത്തിയെടുത്ത് ഏറ്റവും മെച്ചപ്പെട്ട ഇന്ത്യയിലെ മെച്ചപ്പെട്ട പൊതുഗതാഗത സംവിധാനമായി KSRTCയെ മാറ്റിയെടുക്കുവാനുള്ള പ്രവർത്തന മാധ്യമത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിലാണ് ഇന്നിവിടെ ഈ പദ്ധതിക്ക് രൂപം കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഗവൺമെന്റ് അധികാരം വന്നതിന് ശേഷം തന്നെ നിരവധിയായ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ KSRTC ബഹുദൂരം മുന്നോട്ട് പോകുന്ന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. KSRTC ടിക്കറ്റിലുള്ള വരുമാനത്തിന് അപ്പുറത്തേക്ക് ബഡ്ജറ്റ് ടൂർ ഏതാണ്ട് എല്ലാ ഡിപ്പോകളിൽ നിന്നും കേരളത്തിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കെല്ലാം ബഡ്ജറ്റ് ടൂർ സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് വലിയ വരുമാനമാണ് ഇപ്പോൾ KSRTCക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ടൂറിസ്റ്റ് ബസ്സുകൾ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ തുച്ഛമായ ചെലവിൽ യാത്രാ സൗകര്യം മാത്രമല്ല താമസ സൗകര്യവും ഭക്ഷണവും ഒരുക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചിരിക്കുകയാണ് ഇപ്പോ KSRTCയുടെ ബഡ്ജറ്റ് ടൂർ സംവിധാനം. ഏതാണ്ട് 920 ബസ്സുകളാണ് വർഷങ്ങളായി നമ്മുടെ യാർഡുകളിൽ ഒതുക്കിയിട്ടിരിക്കുന്നത്. അതിനാണ് 620 ബസ്സുകൾ ഇനി റോഡിൽ ഇറക്കാൻ കഴിയില്ല. കാരണം അതിന്റെ കാലാവധി പൂർത്തിയായി. പക്ഷേ ഒരു സ്വകാര്യ ബസ് ലേലം ചെയ്ത് വിൽക്കുന്നത് പോലെ KSRTCയെ കണ്ടക്ട് ചെയ്ത ബസ്സുകൾ വിൽക്കാൻ കഴിയില്ല, സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയില്ല. അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. 2, 3, 4 തരത്തിലുള്ള പരിശോധനകൾ, വാല്യുവേഷൻ ഇതൊക്കെ നടത്തിയതിനു ശേഷം മാത്രമേ ഗവൺമെന്റിന്റെ കൂടെ സംവിധാനത്തിലൂടെയുള്ള ഒരു രീതിയിലാണ് ഈ സ്ക്രാപ്പ് ബസ്സുകൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10-620 ബസ്സുകളാണെങ്കിൽ നമുക്ക് സ്ക്രാപ്പിലൂടെ വിൽക്കാൻ കഴിയുന്നത്. അതിൽ തന്നെ 250 ബസ്സുകൾ വിൽക്കാനുള്ള നടപടികൾ പൂർത്തിയായി. 200 ബസ്സുകൾ വിറ്റ് കഴിഞ്ഞു. തുടർ നടപടികൾ പൂർത്തിയാകുന്നതോടുകൂടി അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമ്മുടെ 620 ബസ്സുകളും നമുക്ക് സ്ക്രാപ്പ് വിലയ്ക്ക് കൊടുക്കുന്നതോടെ പഴയ കാലത്തെ പണങ്ങളിട്ടുകൊണ്ട് ഈ ഇന്നലെ കൂട്ടിക്കിടക്കുന്നതെന്ന് പറയുന്ന ബസ്സുകൾ വർഷങ്ങളായി കിടക്കുന്നതാണ്. അപ്പോൾ അതിനൊരു മാറ്റം വരും. അതോടൊപ്പം തന്നെ നമ്മുടെ ഷോപ്സ് ഓൺ വീൽസിലേക്ക് ഏതാണ്ട് 300 ബസ്സുകൾ മാറുകയാണ്. ഉപയോഗശൂന്യമായ ബസ്സുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി കൈകോർത്തുകൊണ്ട് KTDC, ടൂറിസം, ഹോർട്ടികോർപ്പ്, കുടുംബശ്രീ തുടങ്ങി വിവിധ കേരളത്തിലെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളുമായി കൈകോർത്തുകൊണ്ട് മിൽമ അവരുമായി കൈകോർത്തുകൊണ്ടൊക്കെ തന്നെ ഷോപ്സ് ഓൺ വീൽസ് എന്ന പദ്ധതി വരുമാന മാർഗമായി തന്നെ KSRTC സ്വീകരിച്ചുകൊണ്ട് ഇന്ന് കേരളത്തിന്റെ വിവിധ ഡിപ്പോകളിൽ അതും യാഥാർത്ഥ്യമാവുകയാണ്. അതോടൊപ്പം ഇവിടെ KSRTC സ്വിഫ്റ്റ് എന്നുള്ള വാഗ്ദാനം ഇടതുപക്ഷ രാജ്യത്തിന് നൽകിയതാണ്. തുടക്കത്തിൽ ഒരുപാട് വിവാദങ്ങളുണ്ടായി. പക്ഷേ ഇന്നത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും സ്വീകാര്യമായ ഒരു സംവിധാനമായി KSRTC സ്വിഫ്റ്റ് മാറിയിരിക്കുന്നു. ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ചല്ലോ, 1750 രൂപയ്ക്കാണ് KSRTC സ്വിഫ്റ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് ടിക്കറ്റ് കൊടുത്തിരുന്നത്. അതുവരെ സ്വകാര്യ ബസ്സിൽ ഉണ്ടാക്കിയിരുന്ന തുക 4000 രൂപ, സീസണുകളിൽ 5000 രൂപ വരെ.
KSRTC സ്വിഫ്റ്റ് വന്നു. സ്വകാര്യ ബസ്സുകൾക്കും 1750 രൂപയിലേക്ക് കുറയ്ക്കേണ്ടി വന്നു. പ്രയോജനമാർക്ക. അപ്പൊ KSRTC സ്വിഫ്റ്റിന്റെ സാന്നിധ്യത്തോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്കാണ് അതിന്റെ പ്രയോജനം ഉണ്ടായിരിക്കുന്നത്. KSRTC സ്വിഫ്റ്റ് ഒരു റേറ്റ് നിർണയിച്ചപ്പോൾ ആ റേറ്റിൽ തന്നെ ഓടാൻ സ്വകാര്യ ബസ്സുകളും നിർബന്ധിതരായി. ഇതിന്റെ പ്രയോജനമാർക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്ക്. അപ്പൊ KSRTC സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത് വേറെ ഏതോ സ്ഥാപനമാണ്, സ്വകാര്യ സ്ഥാപനമാണെന്ന് ചിത്രീകരിക്കുന്നവരുണ്ട്. KSRTC സ്വിഫ്റ്റിലൂടെ കിട്ടുന്ന മുഴുവൻ വരുമാനവും KSRTC തന്നെയാണ് ലഭിക്കുന്നത്. എന്നാൽ അവിടെ ജോലിക്ക് എടുക്കുന്ന ആളുടെ കാര്യത്തിൽ, അതുപോലെ തന്നെ മറ്റ് ക്രമീകരണങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെ ചില മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ടാണ് നമുക്ക് KSRTC സ്വിഫ്റ്റിന് മെച്ചപ്പെട്ട വരുമാനവും നല്ല സർവീസും അതുപോലെ തന്നെ കൂടുതൽ വരുമാനവും ലഭിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പ്രത്യേക കമ്പനിയായി രൂപീകരിച്ചുകൊണ്ട് KSRTC സ്വിഫ്റ്റ് ഇന്ന് കേരളത്തിൽ ഓടുന്ന ഏത് സ്വകാര്യ ബസ്സിനേക്കാൾ മെച്ചപ്പെട്ട ബസ്സാണ് KSRTCയുടെ സ്വിഫ്റ്റ് സർവീസ്. അതിലുള്ള ആധുനിക സൗകര്യങ്ങൾ ഇന്ന് സ്വകാര്യ ബസ്സുകളിൽ പോലുമില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ എല്ലാവരും KSRTC സ്വിഫ്റ്റ് ഏറ്റുമാനൂരിലേക്കും ചങ്ങനാശ്ശേരിയിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഒക്കെ വ്യാപിപ്പിക്കണമെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ 116 ബസ്സുകളാണ് KSRTC സ്വിഫ്റ്റ് റോഡിലേക്ക് ഇറക്കാൻ ഒരുക്കിയിരിക്കുന്നത്. 19 ബസ്സുകൾക്ക് പെർമിറ്റ് കിട്ടി ഇറക്കി കഴിഞ്ഞു. ബാക്കി ഏതാനും ബസ്സുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ ആരംഭിക്കുന്നതാണ്. ഒരു വലിയ സ്വീകാര്യതയുണ്ട്. അതിന്റെ വരുമാനത്തിൽ, സേവനത്തിൽ, സർവീസിൽ ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു വ്യത്യസ്തത ഇന്ന് KSRTCയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ കരുത്ത് പകരും എന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. എന്നാൽ നമ്മൾ അതുപോലെ തന്നെ KSRTC ഈ പ്രതിസന്ധിയും പ്രതികൂല കാലാവസ്ഥയൊക്കെ പറയുമ്പോൾ 11 വർഷക്കാലമായി മുടങ്ങിക്കിടന്ന ശമ്പള പരിഷ്കരണം, ഏതാണ്ട് 15-16 കോടി രൂപയോളം പ്രതിമാസം അധിക ചെലവ് വരുന്ന ശമ്പള പരിഷ്കരണം നടത്തിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ രണ്ടാമത് മുഖ്യമന്ത്രിയായി വന്ന രണ്ടാം പിണറായി സർക്കാരാണെന്നുള്ള യാഥാർത്ഥ്യം ആരും പറഞ്ഞു പോകുന്നത്. അപ്പോൾ ജീവനക്കാരുടെ വേതനങ്ങൾ അതിലൊരു കുറവും വരുത്താതെ തന്നെ KSRTCയെ നിലനിർത്തി കൊണ്ടുപോകാനുള്ള പരിശ്രമമാണ് നടത്തുന്നത്. ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ധനകാര്യ മന്ത്രി ശ്രീ ബാലഗോപാലും നൽകിയ സംഭാവനയെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ് നമ്മുടെ ശമ്പള പരിഷ്കരണ വിഷയത്തിൽ. അതുപോലെ KSRTCക്ക് പെൻഷൻ സുഗമമായി കൊടുക്കാൻ കഴിയുന്നതിന്റെ കാരണക്കാരൻ ആരാണ്? മറ്റാരുമില്ലായിരിക്കുന്ന ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ V.N. വാസവനാണ്. എനിക്ക് പറയാൻ ഒരു മടിയുമില്ല. കാരണം KSRTCയുടെ 40,000-ൽ പരം വരുന്ന പെൻഷൻകാർക്ക് എല്ലാ മാസവും മുടങ്ങാതെ പെൻഷൻ കിട്ടുന്നത് സഹകരണ വകുപ്പ് കൈക്കൊണ്ട ഉദാര സമീപനമാണ്. അദ്ദേഹം ചുമതല എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് പലിശ കുറച്ചു തന്നു. KSRTCക്ക് ഈ പെൻഷന്റെ കൊടുക്കുന്ന തുകയ്ക്ക്, സഹകരണ വകുപ്പ് നൽകുന്ന തുകയ്ക്ക് പലിശ വളരെ ഇളവ് ചെയ്ത്, അങ്ങനെ സഹകരണ വകുപ്പിന് അല്പം നഷ്ടമുണ്ടെങ്കിൽ പോലും KSRTCയെ നിലനിർത്താൻ, KSRTC ജീവനക്കാർക്ക് സംതൃപ്തമാക്കാൻ സഹകരണ വകുപ്പ് നൽകുന്ന സേവനങ്ങളെ ഈ സന്ദർഭത്തിൽ പരസ്യമായി നന്ദിയോടെ സ്മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ പരാധീനതകളുണ്ടെങ്കിലും പരിമിതികളുണ്ടെങ്കിലും KSRTCയെ സംബന്ധിച്ചിടത്തോളം ഇന്നും ജനമധ്യത്തിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട്, തൊഴിലാളികളുടെ ജീവനക്കാരുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ പ്രതിസന്ധികളെല്ലാം ജീവനക്കാരുടെ സഹായത്തോടുകൂടി, പൊതുജനങ്ങളുടെ സഹകരണത്തോടുകൂടി അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം രണ്ടാം പിണറായി സർക്കാരിലെ ഗതാഗത വകുപ്പ് മന്ത്രിയായി എനിക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും അഭിമാനിക്കുന്നു. ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണ ഞങ്ങളിൽ ഏതെങ്കിലും വകുപ്പോടെ പ്രത്യേക കമ്പാർട്ട്മെന്റ് ആയിട്ടല്ല, ഇതൊരു കൂട്ടമന്ത്രിസഭയാണ്. ഈ മന്ത്രിസഭയിലെ എല്ലാ അംഗങ്ങളും എല്ലാ വകുപ്പുകളും പരസ്പരം കൈകോർക്കുന്നതിന്റെ തെളിവാണ് സഹകരണ വകുപ്പ് KSRTCയെ സഹായിക്കുന്നത്. സഹകരണ വകുപ്പിന് വേണമെങ്കിൽ തിരിഞ്ഞു നിൽക്കാം, KSRTC ഞങ്ങൾക്ക് എന്ത് കാര്യം. പക്ഷേ എല്ലാ വകുപ്പുകളുടെയും മെച്ചപ്പെട്ട പ്രവർത്തനം ലക്ഷ്യമിടുന്ന ഗവൺമെന്റ് എന്നുള്ളതിലേക്ക് രണ്ടാം പിണറായി സർക്കാർ വകുപ്പുകളുടെ പരസ്പര ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് എല്ലാ വകുപ്പുകളിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. വരുമാനത്തിന്റെ കാര്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന വരുമാനം ഇപ്പോൾ കിട്ടുന്നില്ലെങ്കിൽ പോലും ചെലവിന് അനുസൃതമായ വരുമാനം നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് പ്രതിമാസ ചെലവും വരവുമായി തട്ടി നോക്കുമ്പോൾ നമുക്ക് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. ഗവൺമെന്റ് കഴിയുന്നത്ര സഹായം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ മാസം ശമ്പളത്തിനുള്ള കുറവ് വന്നപ്പോൾ 30 കോടി രൂപയുടെ സഹായമാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്.
തുടർന്നും ജീവനക്കാരുടെ ശമ്പളത്തിന്റെ കാര്യത്തിലും KSRTC വികസനത്തിന്റെ കാര്യത്തിലും ഒക്കെ തന്നെ ഗവൺമെന്റ് കഴിയുന്നത്ര സഹായം ചെയ്യുമെന്ന് ആവർത്തിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഇവിടെ ഉണ്ടായത്? പ്രതിസന്ധി അടുത്ത കാലത്ത് നിങ്ങൾക്കൊക്കെ അറിയാം. ഇന്ധന വിലയിലുണ്ടായ വർധന പൊതുഗതാഗത സംവിധാനത്തെ, ഗതാഗത മേഖലയെ, ജീവിത മേഖലയെ, സമസ്ത മേഖലകളെയും തളർത്തിയിരിക്കുന്നു. KSRTCക്ക് ഈ കഴിഞ്ഞ ഡിസംബറുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡിസംബറിൽ KSRTCക്ക് ഇന്ധനം ലഭിച്ചുകൊണ്ടിരുന്നത് 83 രൂപയ്ക്കാണ്. ബൾക്ക് പർച്ചേസ് എന്നത് വരെയും വിപണിയിൽ 93 രൂപ ഉണ്ടായിരുന്നപ്പോഴാണ് KSRTCക്ക് 83 രൂപയ്ക്ക് കിട്ടി. എപ്പോഴും ഒരുമിച്ച് ബൾക്ക് പർച്ചേസ് വാങ്ങിക്കുന്നവർക്ക് മറ്റേനേക്കാളും കുറവായിരുന്നു. അങ്ങനെ KSRTCക്ക് 83 രൂപയ്ക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. റീറ്റെയിൽ വില 93. ഇന്നെന്താ വില? ഇന്ന് ബൾക്ക് പർച്ചേസ് 83 118ലേക്ക് 121 118ലേക്ക് 118ലേക്ക് വന്നപ്പോൾ എത്ര അധിക ചെലവ് വരുന്നത് ആവിലേക്ക് വാങ്ങിച്ചാൽ KSRTCക്ക് ഡിസംബറിനേക്കാൾ മാർച്ച് ആയപ്പോഴത്തേക്ക് ഒരു മാസം അധികമായി ചെലവ് വന്നത് 40 കോടി രൂപയുടെ അധിക ചെലവ്. ആരെ വാങ്ങി? കേന്ദ്ര ഗവൺമെന്റിന്റെയും ഇന്ധന കമ്പനികളുടെയും എല്ലാം കൊള്ളയടിക്കുന്നതിൽ നമ്മളുടെ സ്ഥാപനങ്ങൾ ബലിയാടാവുകയാണ്, പൊതുഗതാഗത സംവിധാനങ്ങൾ ബലിയാടാവുകയാണ്. അപ്പോ അതിനെതിരെ ആരെങ്കിലും കേസിന് പോയ ഇന്ത്യയിൽ ആരുമില്ല. KSRTC മാത്രമാണ് ആ വിലവർദ്ധനവിനെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയിലേക്ക് പോയത്. ഇന്ത്യയിൽ നിരവധിയായ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉണ്ട്, ബൾക്ക് പർച്ചേസുണ്ട്, നിരവധിയായ കമ്പനികളുണ്ട്. അവരെല്ലാം കോടിക്കണക്കിന് രൂപയുടെ വർധനമാണ് ഈ ഇന്ധന വില വർധനവിലുണ്ടായത്. പക്ഷേ കേസിന് പോകാൻ ഒരു സംവിധാനവും തയ്യാറായില്ല. KSRTC ഇന്ത്യയിൽ ആദ്യമായി അതിനെതിരെ കേസിന് പോയി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ആ കേസിൽ KSRTCക്ക് അനുകൂലമായി വിധി വന്നു. അങ്ങനെ KSRTCക്ക് ഒരു പരിധി വരെ ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയും. ഒരു വർഷം, ഒരു ദിവസം, പ്രതിദിനം ഇന്ധന കമ്പനികൾക്ക് KSRTCയുടെ കേസ് മൂലം ഒരു ദിവസത്തെ നഷ്ടം 500 കോടി രൂപയുടേതാണ്. അപ്പോൾ ഇത്ര വൻപന്മാരുമായ ഒരു ഏറ്റുമുട്ടലാണ് KSRTC നടത്തിയത്. ഇതുമൂലം ഇന്ത്യയിലെ എല്ലാ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും പ്രയോജനം കിട്ടി. ഇന്ത്യയിലെ എല്ലാ ബൾക്ക് പർച്ചേസസിനും വില കുറച്ച് കിട്ടി. പക്ഷെ ആ കേസിനെ വീണ്ടും അപ്പീൽ കൊടുത്തുകൊണ്ട് പരാജയപ്പെടുത്താനുള്ള ശ്രമം നടന്നു വരികയാണ്. ഇന്നും ആ കേസ് ഉണ്ടായിരുന്നല്ലോ, ഇന്നും ആ കേസ് ഹൈക്കോടതിയിലുണ്ടായിരുന്നു. ഏതായാലും ഒരു കേസ് കൊടുത്തതോടുകൂടി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാകെ ഈ കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയങ്ങളെ തുറന്നു കാണിക്കുവാൻ, ഈ സമീപനത്തെ നേരിടുവാൻ അവശേഷിക്കുന്ന കേരളമെങ്കിലും ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുവാൻ നല്ലൊരു താക്കീത് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുവാൻ കഴിയും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ ഒരു വിധി സമ്പാദിച്ചതിനെ KSRTC അഭിനന്ദിക്കുകയുണ്ടായി. അങ്ങനെ അപ്രതീക്ഷിതമായ ചെലവുകൾ ഒരു മാസം പ്രതീക്ഷിക്കാൻ 40 കോടി രൂപ അധിക ചെലവ് ഒരു മാസം ഉണ്ടായാൽ ഡിസംബറിൽ നമ്മൾ ജനുവരി മാർച്ച് ഏപ്രിൽ 4 മാസം ഉണ്ടായ ചെലവ് എത്രയാണ്? 40 കോടി. ഇങ്ങനെ അപ്രതീക്ഷിതമായ അത്ഭുതമായ ചെലവ് വർധനവ് പ്രതീക്ഷിക്കാത്ത മേഖല ഉണ്ടാകുന്നതാണ് KSRTC നേരിടുന്ന പ്രയാസങ്ങൾ. പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട്. ഇപ്പോൾ തന്നെ KSRTCക്ക് 116 ബസ് ഇറക്കുകയും 50 ഇലക്ട്രിക് ബസ്സുകൾക്ക് ഓർഡർ കൊടുത്തു. ഇടങ്ങളിൽ ബസ് ഓടിക്കുവാൻ, ജീവനക്കാരുടെ സേവന വേതന താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും KSRTCയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് തന്നെ പോകും. അതിന് ഗവൺമെന്റ് മാനേജ്മെന്റ് എല്ലാവിധ പിന്തുണയും. ഇപ്പോൾ MLA അല്ലെങ്കിൽ ശ്രീ ജോൺ മൈക്കിളിന്റെ ഭാഗത്തുണ്ടായ കഠിനമായ പ്രയത്നം, അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത അന്ന് മുതൽ ഈ ബസ് ടെർമിനൽ കോംപ്ലക്സിനുള്ള പരിശ്രമം ആരംഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ തുടങ്ങാൻ കഴിയില്ല. ഏതായാലും വിശ്രമമില്ലാതെ ഈ ബസ് ടെർമിനൽ കോംപ്ലക്സ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്നതിന് വേണ്ടി ഓരോ ദിവസവും ഞങ്ങളോട് കാര്യങ്ങൾ ബന്ധപ്പെട്ട് പറഞ്ഞ് അത് യാഥാർത്ഥ്യമാകുന്ന കാര്യത്തിൽ നിങ്ങളുടെ ഊർജ്ജസ്വലനായ MLA കാണിച്ച താല്പര്യത്തിന് ഞാൻ ഇദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഇന്ധന വില വർധനയുടെ കേസ് ഇപ്പോഴും ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കാനുള്ള വിവരമാണ് കിട്ടിയത്. നമ്മുടെ ഇന്ധന ഡീസൽ വില വർധനവിന് നമുക്ക് അനുകൂലമായുള്ള വിധിക്കെതിരെ ഇന്ധന കമ്പനികൾ കൊടുത്ത കേസിന്റെ വാദം ഇപ്പോഴും നടക്കുന്നത്. ഏതായാലും ഈ ചങ്ങനാശ്ശേരി സമ്മേളനത്തിൽ ഞങ്ങളുടെ ബഹുമാന മന്ത്രി പറഞ്ഞതുപോലെ ചങ്ങനാശ്ശേരിയുടെ നിരവധി തുകയായി മുഖച്ഛായ മാറ്റുന്ന ഇത് ഇവിടെ ഒരു പുതിയ സംരംഭം ഉയരുന്നതോടുകൂടി ചങ്ങനാശ്ശേരി തന്നെ മുഖച്ഛായ മാറുക. അങ്ങനെ ചങ്ങനാശ്ശേരിയുടെ സമഗ്രമായ വികസനത്തിന്, പുരോഗതിക്ക്, വളർച്ചയ്ക്ക്
നിർണായകമായ പങ്ക് വഹിക്കാൻ പോകുന്ന പുതിയ ബസ് ടെർമിനൽ കോംപ്ലക്സ് ഇവിടെ ഉയരുമ്പോൾ അതിന് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെ സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കാൻ കഴിയും. 3 മാസത്തിനുള്ളിൽ നമുക്ക് ഈ ഷെൽട്ടർ പൂർത്തിയാക്കി കഴിയുമ്പോൾ 18 മാസത്തിനുള്ളിൽ നമുക്ക് ബസ് ടെർമിനൽ കോംപ്ലക്സ് പൂർത്തിയാക്കണം എന്നുള്ള ചുമതല കൂടി ഇതിന്റെ നിർമ്മാണ മേഖലയിലിരിക്കുന്ന കമ്പനികൾ നിർവഹിക്കണം. കാരണം നമുക്കിത് പരിസ്ഥിതി വെച്ചിട്ട് പോകാൻ കഴിയില്ല. ചങ്ങനാശ്ശേരി പോലുള്ള സ്ഥലത്ത് ജനങ്ങൾ വളരെയേറെ ആശ്രയിക്കുന്ന ഒരു ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം അനിശ്ചിതമായി നമുക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നിവിടെ ഞാൻ അവരുടെ പരസ്യമായി ആവശ്യപ്പെടുന്നു, ഇത് നിർമ്മാണത്തിന് നേരിട്ടുള്ള കമ്പനികൾ സമയബന്ധിതമായി ബസ് ഷെൽട്ടറും അതുപോലെ തന്നെ ബസ് ടെർമിനൽ കോംപ്ലക്സും പൂർത്തിയാക്കി ചങ്ങനാശ്ശേരി നിവാസികളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രാസംഗിക ഗ്രാമവണ്ടി പദ്ധതിയെ പറ്റി സൂചിപ്പിച്ചു. നമുക്കറിയാം KSRTC കടന്നു ചെല്ലാത്ത നിരവധി കുഗ്രാമങ്ങൾ എന്നുമുണ്ട്. സ്വാതന്ത്ര്യത്തിന് 75 വർഷം കഴിഞ്ഞിട്ടും ഇന്നും ബസ് യാത്രാ സൗകര്യം നിഷേധിക്കപ്പെട്ട ഗ്രാമങ്ങൾ, പ്രദേശങ്ങൾ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊക്കെ യാത്രാ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ട ബാധ്യത ഗവൺമെന്റിനുണ്ട്, ലോക്കൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കുണ്ട്, കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. അതുകൊണ്ട് തന്നെ 75 വർഷമായിട്ട് പോലും, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 70 വർഷമായിട്ട് പോലും ഇനിയും ബസ് എത്തിച്ചേരാത്ത ഗ്രാമങ്ങളിൽ, പ്രദേശങ്ങളിൽ ആളുകളിലേക്ക് ബസ് എത്തിക്കുവാനുള്ള നൂതനമായ പദ്ധതിയാണ് ഗ്രാമവണ്ടി എന്ന പദ്ധതി. നമുക്കറിയാം തദ്ദേശ ഭരണങ്ങളുടെ സഹായത്തോടെ ഞാൻ മന്ത്രിയായതിനു ശേഷം ഏറ്റവും കൂടുതൽ നിവേദനങ്ങൾ കിട്ടിയത് പുതിയ ബസ്സുകൾക്കാണ്. ഗ്രാമ പഞ്ചായത്ത് മെമ്പർമാര്, മുനിസിപ്പൽ കൗൺസിലർമാർ, MLA-മാർ, MP-മാർ, മന്ത്രിമാർ ഒക്കെ തന്നെ നൽകിയ നിവേദനം കെട്ടുകണക്കിന് പുതിയ സർവീസുകളാണ്. അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൈകോർത്തുകൊണ്ട് KSRTC ഗ്രാമവണ്ടി എന്ന പദ്ധതിക്ക് രൂപം കൊടുത്തിരിക്കുന്ന സമയങ്ങളിൽ ആവശ്യപ്പെടുന്ന സ്റ്റോപ്പുകളിൽ നിർത്തി ഓർഡിനറി സർവീസുകൾ ആരംഭിക്കുന്ന പദ്ധതിയാണ് ഗ്രാമവണ്ടി പദ്ധതി. ഒരു 150 കിലോമീറ്റർ ദിവസം ഓടണമെങ്കിൽ ഏതാണ്ട് 15,000 രൂപയുടെ ചെലവാണ് പൊതുവായി വേണ്ടി വരുന്നത്. എന്നാൽ ഡീസലിന് വേണ്ടി വരുന്ന 3,000 രൂപയുടെ ചെലവ്, 3 ചെലവ് വഹിക്കാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറായാൽ അവിടെയൊക്കെ ഗ്രാമവണ്ടികൾ ഓടിക്കാൻ തയ്യാറാവും. അതോടൊപ്പം തന്നെ അവർക്ക് സ്പോൺസർഷിപ്പിലൂടെ, സംഭാവനകളിലൂടെ, പരസ്യങ്ങളിലൂടെയുള്ള തുക അവർക്ക് ലഭിക്കുകയും ചെയ്യും. നമുക്കറിയാമല്ലോ, നമ്മുടെ പല പ്രദേശങ്ങളിലും നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ ഇരിക്കുന്ന നമ്മുടെയൊക്കെ പല സുഹൃത്തുക്കളും അവരുടെയൊക്കെ രക്ഷകർത്താക്കളുടെ പൂർവികന്മാരുടെ സ്മരണയ്ക്കായി നാട്ടിലൊക്കെ ഒരു ദിവസത്തെ ഭക്ഷണം കൊടുക്കും. വർഷത്തിലൊരിക്കലെ സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ചടങ്ങുകളൊക്കെ നടന്നു. അവർക്ക് എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള ആളുകൾ കേൾക്കുന്ന അവസരമാണ് നമ്മുടെ ഗ്രാമവണ്ടി പദ്ധതിയിൽ പങ്കാളികളായ ഗ്രാമവണ്ടി അന്നത്തെ ദിവസം ആ ആദിരാജ്യത്തെ അർപ്പിക്കുന്ന ആളുടെ പണം ഫ്രണ്ടിലും പുറകിലും സൈഡിലും ഒക്കെ വെച്ച് അത് സ്പോൺസർ ചെയ്യുന്ന മക്കളുടെ പേര് എഴുതിച്ച് അന്ന് മുഴുവൻ പഞ്ചായത്തിൽ ഓടിയാൽ എത്രയോ ഒരു പുണ്യപ്രവൃത്തിയാണ്. അങ്ങനെ ഒരു വീട്ടുകാരൻ ചെയ്താൽ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരപ്പനോ ഒരു മകൻ അനുസരിച്ചാൽ മറ്റേ മക്കൾക്ക് ഉണ്ടായില്ല. അങ്ങനെ മക്കളെല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബം വിചാരിച്ചാൽ മക്കൾക്കൊരു സുഖം, അമ്മമാർക്ക് അച്ഛന്മാർക്കൊരു സന്തോഷം. തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ആഗ്രഹമുള്ള പൊതുപ്രവർത്തകർക്ക് സ്പോൺസർ ചെയ്താൽ അവരുടെ പടവും വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാം. എത്ര വോട്ട് അഡീഷണൽ ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നിരവധിയായ മാർഗങ്ങൾ നമുക്കുണ്ട്. അതുപോലെ ഏതെങ്കിലും പഞ്ചായത്തിൽ പുതിയ കട തുടങ്ങുന്നു, പരസ്യം ചെയ്യാൻ ആ കടയുടെ പടമൊക്കെ വെച്ച് പേരുമൊക്കെ വെച്ച് 3 സൈഡിലും ഇങ്ങനെ അന്ന് മുഴുവൻ ആ പഞ്ചായത്തിന് വണ്ടി ഓടിയാൽ ആ കട തുടങ്ങുന്നവരും നാട്ടുകാരെല്ലാം അറിയിക്കാൻ ഇതിൽപ്പെടുന്ന മാർഗമുണ്ടോ? വണ്ടിക്ക് അകത്തൊരു സൗണ്ട് സിസ്റ്റം കൂടെ വെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിന്റെ എല്ലാം പരസ്യം പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ബ്ലോക്കോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആര് വേണമെങ്കിലും എടുത്തോട്ടെ. അതിലൂടെ തുക അവർക്ക് സംഭരിക്കാൻ കഴിയും. വണ്ടി, ഡ്രൈവർ, കണ്ടക്ടർ, മെയിന്റനൻസ് എല്ലാം KSRTC വഹിക്കും. ഇന്ധനത്തിന്റെ ചെലവ് മാത്രം ലോക്കൽ ബോഡികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഹിച്ചാൽ കേരളത്തിൽ പൊതുഗതാഗതത്തിൽ ഒരു ദാരിദ്ര്യവും ഉണ്ടാവില്ല. ആവശ്യപ്പെടുന്നിടത്തെല്ലാം വണ്ടി, ആവശ്യക്കാർക്കെല്ലാം വണ്ടി, ആവശ്യം പോലെ വണ്ടി. അപ്പൊ അതുകൊണ്ട് ഇക്കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുക നീക്കി വെക്കാമെന്ന് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ ഗോവിന്ദൻ മാസ്റ്ററുടെ വകുപ്പ് ഉത്തരവ് ഇറക്കി കഴിഞ്ഞു. അതിന്റെ എല്ലാ കോപ്പിയും ഞാൻ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കും മുനിസിപ്പാലിറ്റി ചെയർമാൻമാർക്കും MLA-മാർക്കും ഗ്രാമവണ്ടി എന്നൊരു പുസ്തകം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. ഗോവിന്ദൻ മാസ്റ്ററുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൂടെ. അപ്പോ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലേക്കും ആവശ്യാനുസരണം വണ്ടികൾ എത്തിക്കുവാനുള്ള സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എവിടെയൊക്കെ വണ്ടി ഓടണം. അതുകൊണ്ട് ജനങ്ങള് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർമാരോട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരോട്, മുനിസിപ്പാലിറ്റി മെമ്പർമാരോട്, കൗൺസിലർമാരോട് നല്ല സമ്മർദ്ദം ചെലുത്തിയാൽ നിങ്ങൾക്ക് ആവശ്യം പോലെ വണ്ടി കിട്ടും. വലിയ വണ്ടി മാത്രമല്ല, ചെറിയ വണ്ടിയും വരും. 24 സീറ്റുള്ള വണ്ടി വരും, റോഡ് ചെറിയതാണെങ്കിൽ 32 സീറ്റുള്ള വണ്ടി വരും. അങ്ങനെ ഒരു അതിവിദൂര ഭാവിയിൽ കേരളത്തിലെ എല്ലാ മേഖലകളിലും KSRTC ആന വണ്ടി ലഭ്യമാക്കുന്ന വിധത്തിലേക്ക് ഒരു പുതിയ സംവിധാനം ഗ്രാമവണ്ടി പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറുകയാണ്. പിണറായി സർക്കാർ ആയിരിക്കും അക്കാര്യത്തിൽ ഇന്ത്യക്ക് മാതൃകാപരമായ സംഭാവന നൽകാൻ പോകുന്നത്. ഗ്രാമവണ്ടി പദ്ധതിക്ക് പൊതുജനങ്ങളുടെ, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുതിയ ബസ് ടെർമിനൽ കോംപ്ലക്സിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട VN വാസവൻ മന്ത്രിയുടെയും MLA-യുടെയും ഒക്കെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ചങ്ങന അപ്പോൾ നമുക്കിനി ഏതാനും വർഷങ്ങൾക്കുള്ളിൽ, 2-3 വർഷങ്ങൾക്കുള്ളിൽ നമുക്ക് നമ്മുടെ പുതിയ സ്റ്റാൻഡ്, നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് പുതിയ മുഖത്തോടു കൂടി നമുക്ക് കാണാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടെ. ഹാവ് എ നൈസ് ഡേ. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.